ഗൈസ്, അപ്പോൾ നമ്മൾ ആ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ അടുത്ത് പോലും പറയാതെ അവൾ വാങ്ങിയ കേക്കാണ്. നോക്കട്ടെ ഗൈസ്, അപ്പോൾ നമ്മൾ വർക്കല ക്ലിഫിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ അന്നൊരു ദിവസം ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വരണമെന്ന് വിചാരിച്ചതായിരുന്നു. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ അല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. ഏപ്രിൽ 28 ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വ്ളോഗ് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാം, വ്ളോഗ് ചെയ്യാനൊക്കെ കുറച്ചൊരു പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ പരിപാടി എന്താണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാം പ്ലാൻ ചെയ്യുന്ന ദേവമാണ് കേട്ടോ. അപ്പോൾ അവളിപ്പോൾ തന്നെ എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ഷോപ്പിൽ എവിടെയും കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പുറത്ത് നിൽക്കണം. അവൾ കയറി സാധനം മേടിക്കും. എന്താണ് സാധനം എന്നൊന്നും ഇപ്പോഴൊന്നും പറയില്ല. പിന്നെ വൈകുന്നേരം 4 മണിക്ക് റെഡിയായി നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. വണ്ടി മാത്രം ഓടിച്ചാൽ മതി, എങ്ങോട്ടാണെന്ന് അവൾ പറയും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സംഭവം ഫുൾ സസ്പെൻസ് ആക്കി വെച്ചേക്കാണ്. ഫുള്ള് ദേവൻ്റെ വകയാണെന്ന് ഫുൾ ഇന്നത്തെ പ്രോഗ്രാം ഫുൾ അവളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എങ്ങോട്ടാണ് പോണേ? എന്തിനാണ് പറ. എൻ്റെ ഗ്ലാസ്സൊക്കെ വെച്ച് അവിടെ പോണു. എങ്ങോട്ടാണ് പോണേന്ന് പറ. എൻ്റെ ഒരു കടയിൽ ഏത് കടയിൽ ഇത്ര ഭയങ്കര സസ്പെൻസാ? ഗൈസ്, അപ്പോൾ അവളെന്തോ സസ്പെൻസ് തരാൻ വേണ്ടി ഷർട്ട ടീഷർട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് പുറത്ത് നിന്നിട്ട് അവൾ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. സസ്പെൻസ് തരാനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അവൾ എന്താണ് മേടിച്ചതെന്ന് നീ കാണിച്ചു തന്നില്ല കേട്ടോ. എന്തോന്ന് മേടിച്ചേ? കാണിച്ചു തന്നിട്ട് പോ. കാണിച്ചു തന്നിട്ടോടി. അപ്പം നിന്നെ വിളിക്കണം അവന്മാർ, നിന്നെ വിളിക്കണം. അപ്പോൾ നിന്നെ വിളിക്കണം ആക്രി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. 4 മണിക്ക് എൻ്റെ അടുത്ത് റെഡിയായി നിന്നോളാൻ പറഞ്ഞു. അത് എങ്ങോട്ടാണ് പോണേന്നാ എന്താണ് ചെയ്യാൻ പോണേന്നാ ഒന്നും പറഞ്ഞിട്ടില്ല. കഴിച്ചപ്പോൾ അങ്ങനെ 4 മണി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ചെറിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. വഴിയിലാവുമോയെന്ന് അറിയാൻ വയ്യ. എന്തായാലും കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്ത മഴയാണ്. വലിയ ഉറയ്ക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ മഴ കണ്ടിട്ട്. നോക്കട്ടെ, എവിടെ പോവാം? കയറിക്കോ. എങ്ങോട്ടാണ്? നേരെയാ? ഗൂഗിൾ മാപ്പെങ്കിലും എന്താ? അപ്പോൾ നമ്മൾ വന്ന് എന്നെ നീ ക്ലിഫിലെത്തിച്ചല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ വർക്കല ക്ലിഫിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ അന്നൊരു ദിവസം ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വരണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അന്ന് മഴ ആയതുകൊണ്ട് മൊത്തം പ്ലാനൊക്കെ ഫ്ലോപ്പായിപ്പോയി. ഇതാണ് വർക്കല ക്ലിഫ്. അറിയാം, എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള നമ്മൾ വർക്കല ബീച്ചിൻ്റെ മുകളിലുള്ള ഹെലിപാഡ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഹെലികോപ്റ്ററൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. നല്ല രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ്. ഫോട്ടോ എടുക്കാനായാലും ഇവിടെ വെച്ച് സ്റ്റണ്ട് ഷോയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഹൈറ്റിൽ നിന്ന് നമുക്ക് ബീച്ച് കാണാൻ പറ്റുന്ന വേറെ ഏത് കേരളത്തിൽ, ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ വേറെ ഏത് ബീച്ച് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടെ. ഭയങ്കര വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്, അല്ലേ? എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര വൈബാണ് ഫോട്ടോ എടുക്കാനായാലും. ഇത് കണക്ക് വൈകുന്നേരമൊക്കെ വന്ന് നിൽക്കാനായാലൊക്കെ സെറ്റ് സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ദൂരെയൊക്കെ ഉള്ളവരൊക്കെ വരുന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ വർക്കല മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. അമ്മാതിരി സ്ഥലമാണ്. ഭയങ്കര സീനറിയൊക്കെ ഉള്ളൊരു സെറ്റ് വൈബാണ്. ഒന്നും പറയാനില്ല സ്ഥലത്തെ പറ്റി. എനിക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെ കടലാണ്. ഭയങ്കര വൈബാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് എന്നൊക്കെ പറയാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്തെങ്കിലും പറ.
അവൾ ഫുള്ള് സസ്പെൻസ് ആണ്. അവിടെ ബേക്കറി കയറി എന്താ കേക്ക് അങ്ങാണ്ട് വാങ്ങിച്ചു. ഒരു ഭാഗം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ബേക്കറിയിൽ കയറി കേക്ക് എന്തൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെ വെച്ച് മുറിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. എവിടെയൊക്കെ അങ്ങോട്ട് പോയി നോക്കണോ? ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നടന്ന് നോക്കിയിട്ട് വരാം. പറഞ്ഞില്ലേ, കുറച്ചുകൂടെ നമ്മൾ ആ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ബീച്ച് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആ മെയിൻ ആ ഒരു ഹെലിപ്പാഡ് എന്ന് പറയില്ല, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് സൈഡിലോട്ടാണ് വന്ന് നിൽക്കുന്ന അന്യായ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കിടിലനായിട്ട് ബീച്ച് കാണാൻ പറ്റും. നമ്മളാ ഈ ഒരു കടലിൻ്റെ അങ്ങേയറ്റം തൊട്ടുള്ള ഏരിയ നല്ല സൂപ്പർ വൈഡായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗോപ്രോയിൽ ഇപ്പോൾ സൂപ്പർ വ്യൂ ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് വിഷ്വൽസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ ഇത് ബർത്ത്ഡേ വ്ളോഗിൽ ഇത് എടുത്ത് പറയേണ്ട ഒരു റീസൺ എന്ന് പറഞ്ഞത്, അന്ന് ഇതേപോലെ ഒരു വ്ളോഗ് എടുക്കാൻ വന്നിട്ട് മഴ കാരണം തേഞ്ഞൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് അന്നത്തെ വ്ളോഗിൻ്റെ ബാക്കിയൊന്നും കൂടെ നിങ്ങൾ വിചാരിച്ചാൽ മതി. പിന്നെ ഈ ഒരു വ്ളോഗിൽ എല്ലാം പറയാനുണ്ട് എനിക്ക്. ഇന്നൊക്കെ ഭയങ്കര നാണം. വാ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഒരു വ്ളോഗാണ്, വ്ളോഗ് ആക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കുറച്ച് പേര് പറഞ്ഞു വ്ളോഗ് ആക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ കാണാം ഗൈസ്. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ ആണ്. സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേലിയൊന്നുമില്ല കേട്ടോ. അപ്പുറ സൈഡ് വേലി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ജസ്റ്റ് ഓപ്പണാണ്. എൻ്റെ ബീച്ചിൽ മുകളിലോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. എൻ്റെ മോനെ എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? വേറെ ലെവലാട്ടോ, ഭയങ്കര ഫീലാണ്. നോക്കി നിൽക്കണം. നല്ല കാറ്റുണ്ട്. അന്യായം. ഇവിടെ നിന്ന് താടി ഇങ്ങോട്ട് വാ. കേക്ക് ഇതാണ്. എൻ്റെ അടുത്ത് പോലും പറയാതെ അവൾ വാങ്ങിയ കേക്കാണ്. നോക്കട്ടെ, പൊളിക്ക് കവറൊട്ടിക്ക് നോക്കട്ടെ. ചെറിയ കേക്കാ വലിയ കേക്ക്? കാറ്റടിക്കുന്ന സൗണ്ട് മിക്കവാറും കാണും. നല്ല കാറ്റുണ്ട് കേട്ടോ. അത് വിൻഡ് നോയ്സ് കാണും. ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. തുറന്ന് നോക്കട്ടെ. യാ മോനെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ബർത്ത്ഡേ കേക്ക് ഇതാണ് കേട്ടോ. യോ. അപ്പോൾ ഇതാണ് കേക്ക്. അവൾ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ പേര് നമ്മളെ ചാനൽ കാണുന്ന അധികം ആരൊക്കെ അറിഞ്ഞൂടാ. ഇതോടുകൂടി മിക്കവാറും പബ്ലിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കുഞ്ഞു കേക്കാണ്. അപ്പോൾ കട്ട് ചെയ്യാല്ലേ ഗൈസ്? അപ്പോൾ നമ്മളെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള കേക്ക് കട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം കേക്ക് വാങ്ങിയായിരുന്നില്ലേ നമ്മൾ? കഴിഞ്ഞ വർഷം വാങ്ങിയ കുറച്ചുകൂടെ എല്ലാം നല്ല വലിയ കേക്കായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല വൈറ്റ് ഫോറസ്റ്റിൻ്റെ നല്ല വലിയ കേക്കായിരുന്നു. അപ്പോൾ ഈ വർഷം കുറച്ച് ചുരുക്കിയിട്ടുണ്ട്, ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സംഭവത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡി. ആദ്യം എന്താ നിങ്ങൾക്ക് ക്യാമറ ഇങ്ങോട്ട് എനിക്ക് ആദ്യം. കഴിച്ചപ്പോൾ ആദ്യം ദേവൂട്ടൻ തന്നെ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തോട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ട്രിവാൻഡ്രം ഏരിയയിലുള്ള ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ ട്രിവാൻഡ്രം ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വർക്കല വിസിറ്റ് ചെയ്യട്ടെ. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. പൊളി സ്ഥലമാണ് കേട്ടോ. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ സ്പെഷ്യലായിട്ടൊന്നും വീഡിയോയിൽ പറയാനൊന്നുമില്ല. എല്ലാം പ്ലാൻ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. കേക്ക് മേടിക്കുന്ന കാര്യം പറഞ്ഞില്ല, എങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞില്ല. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. ഇങ്ങോട്ടെന്ന് പറഞ്ഞായിരുന്നു ഒരു നമ്മളെ കുറച്ച് വന്നപ്പോഴത്തേക്കും വർക്കിലോട്ട് ക്ലിഫിലോട്ട് പോകട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേരണ്ട. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ് ചെയ്തിട്ടുള്ള എല്ലാ ചങ്കുമച്ചാന്മാർക്കും താങ്ക്സ് കേട്ടോ, ബിഗ് താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. അതെ, നമ്മളിപ്പോൾ 10K ഫാമിലിയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്ക് മച്ചന്മാർക്കും ഒന്നുകൂടെ ബിഗ് താങ്ക്സ് പറയുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കിയേക്കുക. അപ്പോൾ വീണ്ടും കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ബൈ.